Hi everyone, welcome to part 5 control valves and shape memory alloys. Control valves. ഒരു കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൺട്രോൾ സിസ്റ്റത്തിലെ ഒരു ഫൈനൽ എലമെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആക്ഷൻ, അത് ഒരു കൺട്രോൾ വാൽവ് കൂടെയാണ്. ഇനി ഈ കൺട്രോൾ വാൽവിൻ്റെ ഒരു ഭാഗമാണ് ഒരു ഡയഫ്രം ഉണ്ടാവും. ഇറ്റ് ഇസ് എ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ ടൈപ്പ് ആയിരിക്കും. അതൊരു ഫ്ലോനെ കൺട്രോൾ ചെയ്യായിരിക്കും ന്യൂമാറ്റിക് ആക്ച്വേറ്റർ ടൈപ്പിൽ. ഇനി കൺസിസ്റ്റ് ഓഫ് ഒരു പ്ലഗ് ഉണ്ടാവും ആൻഡ് എ സ്റ്റെം. ഇതിൻ്റെ സ്ട്രക്ചറാണ്, ഇതാണ് ഫിഗർ. ഇതിൽ പ്ലഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ചേഞ്ചസ് ദി എഫക്റ്റീവ് ഏരിയ ഓഫ് ദി ഓറിഫൈസ് ആൻഡ് സ്റ്റെം ഇസ് യൂസ്ഡ് ടു ലോവർ ബൈ എയർ പ്രഷർ. റൈസ് ചെയ്യാനും ലോവർ ചെയ്യാനും പറ്റുന്ന ഒരു പോർഷനാണ് സ്റ്റെം. ഇനി ഈ ഫിഗറിൽ ഇവിടെ നമുക്ക് ഡയഫ്രം കാണാം. ഇവിടെ ഒരു എയറിനെ ഫിൽ ചെയ്യുമ്പോൾ ഈ ഡയഫ്രത്തിൽ ഉണ്ടാകുന്ന മോഷൻ സ്പ്രിങ്സ് ആൻഡ് ചേഞ്ചസ് വരുത്തിയിട്ട് സ്റ്റെം വിൽ മൂവ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് അക്കോർഡിംഗ് ടു ദി എയർ പ്രഷർ ആൻഡ് ദിസ് പ്ലഗ് വിൽ മൂവ് ആൻഡ് ക്ലോസസ് ഓർ ഓപ്പൺസ് ദിസ് ഓറിഫൈസ് പാർഷ്യലി ഓർ ഫുള്ളി. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലോ എന്ന് പറയുന്നത് കൺട്രോൾഡ് ആവും. ഇവിടെ then classification of control valves. Classification of control valves is based on three main characteristics: action, number of plugs, and flow characteristic. According to action classification, there are two types: air to open and air to close. Air supply failure ആണെങ്കിൽ valve will be fully closed ആയി പോകും. സപ്ലൈ ഓഫ് എയർ ഇല്ലെങ്കിൽ വാൽവ് എന്തായിരിക്കും? ക്ലോസ് ആയി പോവുക. ഈ കേസാണ് എയർ ടു ഓപ്പൺ. എയർ കൊടുത്താലേ ഓപ്പൺ ആവുള്ളൂ. ഇനി എയർ കൊടുക്കുമ്പോൾ ക്ലോസ് ആവുന്ന ടൈപ്പ് ഓഫ് ആണ് എയർ ടു ക്ലോസ്. ആൻഡ് എയർ സപ്ലൈ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ്സ് വാൽവ്ലി ഓപ്പൺഡ് ആവും. ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സിൽ ഇതിൽ രണ്ട് ടൈപ്സ് ഓഫ് കൺട്രോൾ വാൽവ്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പ്ലഗ്സ്. ഇനി ഇത് നമ്പർ ഓഫ് പ്ലഗ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇവിടെ താഴെ ഉള്ള ഈ പോർഷനാണ്. ഇത് ആണ് ഓറിഫൈസിനെ ക്ലോസ് ചെയ്യുന്നത്. ഈ നമ്പർ ഓഫ് പ്ലഗ്സ് യൂസ് ചെയ്യുന്ന ഉള്ളതനുസരിച്ച് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ടു: സിംഗിൾ സീറ്റഡ് ആൻഡ് ഡബിൾ സീറ്റഡ്. ഫസ്റ്റ് ഫിഗർ ഷോസ് ദ സിംഗിൾ സീറ്റഡ് വാൽവ് കൺട്രോൾ വാൽവ്സ്. ഇറ്റ് ഈസ് ഡബിൾ സീറ്റഡ് കൺട്രോൾ വാൽവ്സ്. സിംഗിൾ സീറ്റഡിൻ്റെ അകത്ത് ഒരു പ്ലഗ് ഉണ്ടാവുള്ളൂ, ഇവിടെ രണ്ട് പ്ലഗ് ഉണ്ടാവും. ഇറ്റ് ഈസ് സ്മോൾ ഫ്ലോ റേറ്റ് കൺട്രോളിങ്ങിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ സിംഗിൾ സീറ്റഡ്. ഇതിൽ ഫുള്ളി ക്ലോസ് ആക്കാനായിട്ട് നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0 to 100% ഫ്ലോ വേരിയേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡബിൾ സീറ്റഡിലാണെങ്കിൽ രണ്ട് പ്ലഗ്സ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി ക്ലോസ്ഡ്. ആൻഡ് കൺട്രോൾ വാൽവ്സ് ബേസ്ഡ് ഓൺ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്. ഷേപ്പ് ഓഫ് പ്ലഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇൻഹറൻറ്റ് വേഴ്സസ് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ക്വിക്ക് ഓപ്പണിംഗ് ടൈപ്പ് വാൽവ് ഉണ്ട്, ലീനിയർ ടൈപ്പ് വാൽവ് ഉണ്ട്, ആൻഡ് ഈക്വൽ പെർസെൻറ്റേജ് ടൈപ്പ് വാൽവ് ഉണ്ട്. ഫ്ലോ റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻസ്. ഇനി ക്വിക്ക് ഓപ്പണിംഗ് ടൈപ്പ് ആണെങ്കിൽ ഫുള്ളി ഓപ്പൺ അല്ലെങ്കിൽ ഫുള്ളി ക്ലോസ് ആക്കിയിട്ട് നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ, ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് ക്വിക്ക് ഓപ്പണിംഗ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ചെറിയ മോഷൻ ഓഫ് സ്റ്റെം ഉണ്ടാകുമ്പോൾ തന്നെ മാക്സിമം വാല്യൂ ഓഫ് ഫ്ലോ റേറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആവും. ഇനി ലീനിയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫ്ലോ റേറ്റ് വാരീസ് ലീനിയർലി വിത്ത് സ്റ്റെം പൊസിഷൻ. സ്റ്റെം പൊസിഷൻ 10% മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോ റേറ്റ് ഓൾസോ ചേഞ്ചസ് ടു 10%. ഇനി ഈക്വൽ പെർസെൻറ്റേജ് ടൈപ്സ്. ഇപ്പോൾ പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ സ്റ്റെം എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടാക്കിയോ അത്രയും ചേഞ്ച് ഓഫ് റേറ്റ് ഫ്ലോ റേറ്റ് ചേഞ്ച് ഉണ്ടാവുന്നതാണ് ഈക്വൽ പെർസെൻറ്റേജ് ടൈപ്പ്. ഇനി ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ്. ദിസ് ഇസ് DCV എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ പറയുന്ന ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ്. ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ കൺട്രോൾ വാൽവ്സും ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ആക്ഷൻ, നമ്പർ ഓഫ് പ്ലഗ്സ്, ഫ്ലോ റേറ്റ്സ് ഒക്കെ പറയാം, അതെല്ലാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്ലോ ആണ് വാരിയേഷൻ വരുന്നത്. പക്ഷേ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ് എന്ന് പറയുന്നത് ഫ്ലോൻ്റെ ഡയറക്ഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്.
അപ്പോൾ 1 വേ 2 വേ 3 വേ അങ്ങനെ ഒരു ഡയറക്ഷനിൽ 2 ഡയറക്ഷൻ 3 ഡയറക്ഷൻ 4 ഡയറക്ഷനിലൊക്കെ നമുക്ക് ഫ്ലോസ് മാറ്റി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് വാൽവ്സ് ആണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ്. അതിൽ ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡയറക്ഷൻസ് എത്രയാണെന്നുള്ളതനുസരിച്ചാണ് അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ചെക്ക് വാൽവ്സ്. ചെക്ക് വാൽവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 വേ വാൽവാണ്. ഇറ്റ് ഈസ് സിമിലർ ടു എ ഡയോഡ്, ഇലക്ട്രോണിക് ഡയോഡ്. കാരണം ഡയോഡ് എന്ന് പറയുന്നത് ഫോർവേഡ് മോഷൻ മാത്രമേ ഉള്ളൂ, ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്ഷൻ ഉള്ളൂ, റിവേഴ്സ് ഡയറക്ഷനിൽ കണ്ടക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ചെക്ക് വാൽവിൻ്റെ സിമ്പിൾ ഇസ് ലൈക്ക് വെരി സിമിലർ ടു ഡയോഡ്. ദിസ് ഇസ് ദ സിമ്പിൾ ഓഫ് എ ചെക്ക് വാൽവ്. സെക്കൻഡ് വൺ ഇസ് പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൽവ്സ്. ഇതിൽ ചെക്ക് വാൽവ് പോലെ തന്നെ പക്ഷെ 1 ഡയറക്ഷൻ ഫ്ലോ ആണ് നമുക്ക് ആദ്യം കിട്ടുക. ഒരു പൈലറ്റ് പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് റിവേഴ്സ് ഡയറക്ഷനിൽ മോഷൻ ഉണ്ടാവുക. അപ്പോൾ മാത്രമേ അത് 2 വേ ഉണ്ടാവുള്ളൂ. പൈലറ്റ് പ്രഷർ അപ്ലൈ ചെയ്യാത്തിടത്തോളം സമയം നമുക്ക് അതെന്തായിരിക്കും 1 ഡയറക്ഷൻ ഫ്ലോയെ തരുള്ളൂ. 1 ഡയറക്ഷൻ ഫ്ലോ തരാം, അല്ലെങ്കിൽ ഫ്ലോ ഇല്ലാതാക്കാം. പക്ഷേ റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ വരണമെന്നുണ്ടെങ്കിൽ ഒരു പൈലറ്റ് പ്രഷർ അപ്ലൈ ചെയ്തേ പറ്റും. ഇനി റിലീഫ് വാൽവ്സ്. റിലീഫ് വാൽവ്സ് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് സിസ്റ്റംസിലാണ്, യൂഷ്വലി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് പേഴ്സണൽസ്. ഇത് സെക്കൻഡ് ഫിഗേഴ്സ് ഈ രണ്ടെണ്ണം റിലീഫ് വാൽവ്സ് ആണ്, സിമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് ഷേപ്പ് മെമ്മറി അലോയ്സ്. ഷേപ്പ് മെമ്മറി അലോയ് is a type of alloy, class of metal alloys, which remembers its shape even if they are strained. സ്ട്രെയിൻ അപ്ലൈ ചെയ്താലും തിരിച്ചതിന് എന്ത് പറ്റും, പഴയ പൊസിഷനിലേക്ക് വരാൻ പറ്റും. ദേ മെമ്മറൈസസ് ദെയർ ഷേപ്പ്. അത് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു ഫിനോമിനൻ കൂടിയാണ്. ഒരു നാച്ചുറലി ഒക്കറിങ് ഗോൾഡ് കാഡ്മിയം അലോയിൽ ഉണ്ടായ ഒരു ഇഫക്റ്റാണ്. ഒരു ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് the recovery of strains imparted to the material at a lower temperature as a result of heating is called shape memory effect. അപ്പോൾ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അലോയ്സ് ആണ്. ഇനി അതിൻ്റെ 3 ടൈപ്സ് ഓഫ് ഷേപ്പ് മെമ്മറി അലോയ്സ് കറൻ്റ്ലി പോപ്പുലർ ആയിട്ടുള്ളത് കോപ്പർ, സിങ്ക്, അലുമിനിയം, കോപ്പർ, അലുമിനിയം, നിക്കൽ, ടൈറ്റാനിയം അലോയ്സ്. ഇത്രയാണ് കോമൺലി വരുന്നത്. അയൺ, മാംഗനീസ്, സിലിക്കൺ അലോയ്സും യൂസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, സ്ട്രെയിൻ അപ്ലൈ ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വേറൊരു ഫോമിലേക്ക് പോകും. ആ ഷേപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് എന്തായിരിക്കും, പഴയ പൊസിഷനിലേക്ക്, പഴയ ഷേപ്പിലേക്ക് തിരിച്ചു വരും. ഹൈ ടെമ്പറേച്ചറിൽ അത് യൂഷ്വൽ ഫോമിലേക്ക് വരും. ഫിഗർ ഷോസ് ഇതാണ് ഇതിൻ്റെ റെഗുലർ ഷേപ്പ്. ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തു, അത് കഴിഞ്ഞ് നമ്മളത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പം പഴയ പൊസിഷനിലേക്ക് വരും. ഇനി രണ്ട് ഫേസസ് ആണ് അതിനുള്ളത്, സ്റ്റേബിൾ ഫേസസ്. ഷേപ്പ് മെമ്മറി അലോയ്ക്കുള്ള 2 സ്റ്റേബിൾ ഫേസസ് ആണുള്ളത്. ഒരു ഹൈ ടെമ്പറേച്ചർ ഫേസ് ഉണ്ട്, ഇറ്റ് ഈസ് കോൾഡ് ഓസ്റ്റനൈറ്റ്. ഇനി ഒരു ലോ ടെമ്പറേച്ചർ ഫേസ് ഉണ്ട്, ഇറ്റ് ഈസ് മാർട്ടൻസൈറ്റ്. ഇനി മാർട്ടൻസൈറ്റിൽ തന്നെ 2 ഫേസസ് ഉള്ളത്, ട്വിൻഡ് മാർട്ടൻസൈറ്റ് ആൻഡ് ഡീട്വിൻഡ് മാർട്ടൻസൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഗ്രാഫിൽ നോക്കിയാൽ അറിയാം, ഇവിടെ ടെമ്പറേച്ചർ ആണ്, ഇവിടെ ലോഡ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓസ്റ്റനൈറ്റ് കണ്ടീഷനിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിഫോംഡ് മാർട്ടൻസൈറ്റിൽ നിന്ന് ഹീറ്റിംഗ് ചെയ്താൽ നമുക്ക് ഓസ്റ്റനൈറ്റ് കിട്ടും. അതിന് തിരിച്ച് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്വിൻഡ് മാർട്ടൻസൈറ്റിലേക്ക് പോകും. അവിടെ നിന്ന് വീണ്ടും ലോഡ് ചെയ്താൽ ഇറ്റ് ഈസ് എ ഡിഫോംഡ് മാർട്ടൻസൈറ്റ്. എന്നുവെച്ചാൽ ലോഡ് കൊടുത്ത് കഴിയുമ്പോൾ, ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇതൊരു മാർട്ടൻസൈറ്റ്, ഡിഫോംഡ് മാർട്ടൻസൈറ്റായി മാറും, ഷേപ്പ് മാറി. ഇനി അതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം എവിടെ പോകും, ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന മാക്രോമോളിക്കുലർ ലെവലിലേക്ക് പോകും. അത് കഴിഞ്ഞ് അതിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചെന്ത് വരും, പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും, ട്വിൻഡ് മാർട്ടൻസൈറ്റിലേക്ക് വരും. ഇനി നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യാതെ കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ട്വിൻഡ് മാർട്ടൻസൈറ്റിലേക്ക് പോകും.
Upon heating the material in the martensitic phase, a reverse phase transformation takes place and results in the transforms to austenite. If mechanical load is applied to the material in the state of twin martensite at low temperature, it is possible to detwin the martensite. This is the schematic diagram under temperature. If നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഈ ഫോമിൽ നിന്ന് അത് എന്തുണ്ടാവും, കൂൾ ചെയ്ത് കഴിയുമ്പം അത് ഓസ്റ്റൻസൈറ്റിൽ നിന്ന് മാറ്റൻസൈറ്റിൽ പോകും. മാറ്റൻസൈറ്റിൽ നിന്ന് ട്വിൻഡ് മാറ്റൻസൈറ്റ് ഇപ്പം ട്വിൻഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്ത് ഹീറ്റ് റിക്കവറി. ഇനി ഓസ്റ്റൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ഫേസ് ആണ്. ഇറ്റ് ഇസ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് മാർട്ടൻസൈറ്റ് ഇസ് ദ ലോ ടെമ്പറേച്ചർ ഫേസ് monoclinic crystal structure. This is austenite structure. It is twinned martensite structure. This is detwinned martensite. അപ്പോൾ ഷേപ്പ് മെമ്മറി അലോയ്സിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ മാർട്ടൻസൈറ്റിൽ പോകും. ഇനി ഇതിന് ഡിഫോർമേഷൻ കൊടുത്തു, ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് മാർട്ടൻസൈറ്റിലാണ്. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂട്ടിക്കഴിയുമ്പം ഓസ്റ്റനൈറ്റിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് അത് കൂൾ ചെയ്ത് കഴിയുമ്പം വീണ്ടും മാർട്ടൻസൈറ്റിലേക്ക് ഡിഫോം ചെയ്ത് തിരിച്ച് അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് വരും. The advantages and disadvantages of shape memory alloys. Advantages: biocompatibility, diverse field of application, good mechanical properties, strong corrosion resistant, etc. And disadvantages: expensive, poor fatigue property, over stress. Applications: യൂഷ്വലി ഇത് നമ്മൾ ഓട്ടോമൊബൈൽ, എയറോസ്പേസ്, ബയോമെഡിക്കൽ, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, വലിയ സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ വാരിയസ് തെർമൽ ആക്ച്വേറ്റേഴ്സ് ഇൻ ഇലക്ട്രിക് ആപ്ലിക്കേഷൻസ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലൊക്കെ യൂസ് ചെയ്യും. ഈ ബയോളജിക്കൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ ബോണ്ട് പ്ലേറ്റ്സ്, മെമ്മറി ഇഫക്റ്റ് പുൾസ് ബോൺസ് ടുഗദർ ടു പ്രൊമോട്ട് ഹീലിംഗ്. പിന്നെ സർജിക്കൽ ആങ്കർ, clot filter, does not interfere the MRI with non-ferromagnetic properties, catheter, stent in arteries, eye glasses, etc.